NSSന് കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപക നിയമനം അംഗീകരിക്കാൻ സർക്കാർ ഉത്തരവിറക്കി. സുപ്രീം കോടതി വിധി പ്രകാരമാണ് ഉത്തരവ്. NSS സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണം ഒഴികെയുള്ള തസ്തികകൾക്ക് അംഗീകാരം നൽകണമെന്നായിരുന്നു വിധി. എന്നാൽ വിധി എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും ബാധകമാക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഈ ഉത്തരവ് സർക്കാർ ഇറക്കിയ ഉത്തരവ് അത് അധ്യാപകർക്ക് എത്രത്തോളം ആശ്വാസകരമാണ്? സംസ്ഥാനത്ത് 300ഓളം NSS സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്കാണ് ഈ ഉത്തരവ് ഒരു ആശ്വാസമാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. മാർച്ച് 5-ാം തീയതിയാണ് ഒരു സുപ്രധാന വിധി ഈ എയ്ഡഡ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. NSSന് കീഴിലെ സ്കൂളുകളിൽ ഭിന്നശേഷിക്കായി സംവരണം ചെയ്തിട്ടുള്ളത് ഒഴികെയുള്ള തസ്തികകളിലെ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാമെന്ന ഉത്തരവായിരുന്നു അന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. അതേ തുടർന്ന് അതിന്റെ ആ ഒരു ഉത്തരവ് പ്രകാരമുള്ള ആ ഒരു വിധി പ്രകാരമുള്ള ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉത്തരവ് NSS സ്കൂളുകൾക്ക് മാത്രം ബാധകമാവുന്ന തരത്തിലാണ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നതാണ്. ഈ സംസ്ഥാനത്തുടനീളം 16,000-ഓളം അധ്യാപകരാണ് നിയമന അംഗീകാരം കാത്ത് കഴിയുന്നത്. 4% ഭിന്നശേഷി സംവരണം നടപ്പാക്കിയ സ്കൂളുകളിലെ അധ്യാപകർക്ക് മാത്രമാണ് ഇപ്പോൾ സർക്കാർ സ്ഥിര നിയമന അംഗീകാരം നൽകുന്നത്. എന്നാൽ പല എയ്ഡഡ് സ്കൂളുകളിലും ഈ ഭിന്നശേഷി സംവരണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിൽ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നും ആശങ്കയിലാണ് എന്നും കാട്ടിയാണ് NSS സുപ്രീം കോടതിയെ സമീപിച്ചതും. ഇതുപ്രകാരമാണ് NSSന് ഇത്തരത്തിൽ അനുകൂല വിധി സുപ്രീം കോടതിയിൽ നേടിയെടുക്കാൻ സാധിച്ചത്. പക്ഷെ അപ്പോഴും ഈ സുപ്രീം കോടതി വിധി മറ്റ് എയ്ഡഡ് സ്കൂളുകൾക്കും ബാധകമാക്കിയായിരിക്കും സർക്കാർ ഉത്തരവിറക്കുക എന്നൊരു പ്രതീക്ഷ മറ്റ് മാനേജ്മെന്റുകൾക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകളും വന്നിരുന്നു. പക്ഷെ എന്നാൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വലിയ അതൃപ്തിയിലാണ്. 300ഓളം അധ്യാപകർക്ക് മാത്രം ഗുണമുണ്ടാകുന്ന തരത്തിലാണ് ഇപ്പോൾ NSS നിയമനത്തിന്റെ സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. മറ്റ് ഏകദേശം 15,000-ലധികം അധ്യാപകർ സമാനമായ ബുദ്ധിമുട്ട് നേരിടുന്നതാണ്. അവരെ കൂടി പരിഗണിക്കണമെന്ന ആവശ്യം സർക്കാരിന്റെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഇതിൽ മറ്റെന്തെങ്കിലും തരത്തിലേക്കുള്ള ഇടപെടലുകളിലേക്ക് മാനേജ്മെന്റുകൾ പോകുമോ എന്നതാണ് കണ്ടറിയുന്നത്.